പെരിന്തൽമണ്ണ നഗരസഭയിൽ കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ യോഗത്തിൽ വലിയ രീതിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ പോർവിളിയൊക്കെ ഉണ്ടായ ഒരു വിഷയത്തിലെ ഒരാളാണ് അതിൽ അതുമായി ബന്ധപ്പെട്ട ഒരാളെ തേടിയാണ് വൺ ന്യൂസ് വന്നത്. ഷെരീഫ് മുത്തു വലിയങ്ങാട് സ്വദേശിയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനധികൃതം എന്ന രീതിയിൽ പരാതി പോകുന്നു. അങ്ങനെ ഈ നഗരസഭ സെക്രട്ടറിയുടെ അടുത്ത് ഈ പരാതിക്കാരനും ഇദ്ദേഹവും ഒക്കെ കൂടി പോകുന്നു. അന്ന് ചെറിയ രീതിയിൽ കശപശ ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധം ഒക്കെ ഉയർന്നത്. അപ്പൊ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇതിൽ യഥാർത്ഥ വസ്തുത അറിയാൻ ഈ നാട്ടുകാർക്ക് താല്പര്യമുണ്ട്. എന്താണ് സംഭവിച്ചത്? അത് എന്താണെന്നറിയോ, ഞാൻ പിന്നെ ഒരു പഴയ വീടുണ്ടായിരുന്നു. അതിന് റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ വാങ്ങിച്ചിരുന്നു. അത് പണി നടന്നോളൂ. അതിൽ നാട്ടുകാർക്കും ആർക്കും ഇതുവരെ എൻ്റെ അടുത്ത് നാട്ടുകാരോ പാർട്ടിക്കാരോ ആരും എൻ്റെ അടുത്ത് പരാതി ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിന് ശേഷമാണ് ഈ പച്ചീരി ഫാറൂഖ് വന്നിട്ട് പരാതി, അവനും അവൻ്റെ വൈഫും കൂടെ വന്നിട്ട് പരാതി വരാൻ കാരണം അവൻ്റെ ഒരു കുടുംബക്കാരുണ്ട്, പിന്നെ നമ്മളെ ബാക്ക് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് വലിയ 4 നില ബിൽഡിംഗ് ഉണ്ട്. അതിൽ അവർ ഷീറ്റ് മേയുന്ന സമയത്ത് ആ വീടിൻ്റെ മേലെ ഷീറ്റുകളൊക്കെ പൊട്ടി വീണു. അപ്പോൾ അവൻ ഇവൻ്റെ കുടുംബക്കാരനാണല്ലോ, അവൻ വിളിച്ചു പറഞ്ഞാണ് ഈ ഫാറൂഖ് വരുന്നത്. അപ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനും വേണ്ടി ഒരു പരാതി അവിടെ ബോധിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നഗരസഭ വന്ന് എന്നോട് പിന്നെ തൽക്കാലം പണി നിർത്താൻ പറഞ്ഞു. അല്ലെങ്കിൽ നോട്ടീസ് വന്നിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു 21 ദിവസത്തിന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മറുപടി കൊടുക്കണം എന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ അടുത്തൊരു പിന്നെ വക്കീൽ നോട്ടീസ് തന്നെ, ഇത് അവിടെ കൊടുക്കണം, 21 ദിവസം ആവാനായില്ല, അതിന് മുൻപ് പോയിട്ട് കൊടുക്കുമായിരുന്നു. കൊടുക്കാൻ ചെന്നപ്പോൾ ഞാനത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എയറിങ്ങിന് വന്നാണ് ചോദിച്ചു. അല്ല, എന്താണ് എയറിങ് എനിക്കറിയില്ല. അല്ല, അത് നിങ്ങൾക്ക് നോട്ടീസ് അയച്ചിരുന്നല്ലോ. എനിക്ക് നോട്ടീസൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു നോട്ടീസും കിട്ടിയില്ല. അപ്പോൾ അല്ല, എയറിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അന്ന് സെക്രട്ടറിനെ പോയി കാണാം. സെക്രട്ടറി അന്ന് ലീവാണ്. അപ്പം എന്നാൽ ഒരു കാര്യം, നാളെ 11 മണിക്ക് വരും. അപ്പം ആ നോട്ടീസൊന്നും കിട്ടിയില്ല, ഞാൻ വരണമെന്ന് ചോദിച്ചു. ഇല്ലല്ല, പിന്നെ നോട്ടീസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, നോട്ടീസ് അയച്ചിട്ടുണ്ട് പറഞ്ഞു. നിങ്ങൾ അവിടെ വെച്ച് പരാതിക്കാരനും നിങ്ങൾ തമ്മിൽ ചെറിയ കശപശ ഉണ്ടായി എന്നതാണ് ഇതന്നെ. അതിൽ ഞങ്ങൾ പിന്നെ ഞാൻ ചെന്നപ്പോൾ ഇയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് പരാതിക്കാരെന്ന് വെച്ചാൽ 2 പേരല്ല പരാതി കൊടുത്തത്. അതിൽ ഈ ഫാറൂഖ് എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ വൈഫ് ചെയർപേഴ്സൻ്റെ കൂടെ ചെയർപേഴ്സൺ വന്നിട്ടില്ല ശരിക്ക്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതിന് പോകുന്നത്. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ സംസാരിച്ചതിന് ശേഷം എൻ്റെ ഇടിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ ആയി. പിന്നെ കസാര എടുത്തിട്ട് തലക്കടിച്ചും ചെയ്തു. തല താന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇത് അതിനുശേഷം പിന്നീട് അതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിനും കൂടി വഴിവെച്ച് കഴിഞ്ഞു പ്രതിപക്ഷം ഏറ്റെടുത്തപ്പോൾ. ഇതിപ്പോ നിങ്ങൾ അതുകൂടാതെ എന്തോ സാമ്പത്തിക കാര്യങ്ങളും ഇങ്ങനെ ഇവിടെ പെരിന്തൽമണ്ണയിൽ പലരും ചർച്ച ചെയ്യുന്നു. അത് എന്താന്ന് പറയാ, ഞാനിത് ഇവരെ കാണാൻ പോയിരുന്നു. ഇതിന്റെ പരാതി കൊടുത്ത ഇവനാന്ന് പറഞ്ഞപ്പോൾ കാണാൻ പോയിരുന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ സോൾവ് ചെയ്യട്ടെ വെച്ചിട്ട് പോയതാണ്. അപ്പോ പിന്നെ അന്ന് ഒന്നും സംസാരിച്ചു. പിന്നെ കണ്ട് സംസാരിച്ചപ്പോൾ അത് എല്ലാവരും അറിഞ്ഞതല്ലേ, പിന്നെ ഒരു 3 ലക്ഷം രൂപ തരണം. ഞാൻ പറഞ്ഞു, ഒരു 50-ൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തന്നിട്ട് ഒതുക്കി തന്നൂടെ ചോദിച്ചിട്ട് പിന്നെ അപ്പം അതിനൊന്നും വഴങ്ങിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, 2 റുപ്യ തരാം, 2 റുപ്യ തരാം, ബാക്കി നമ്മൾ അല്ലല്ല, അത് ചെയർപേഴ്സണും എല്ലാവരും അറിഞ്ഞതല്ലേ, അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള സംസാരങ്ങളുണ്ടായി. അതാണ് സംഭവം ഉണ്ടായത്. അല്ല, ഇപ്പൊ ഇതൊക്കെ വാസ്തവമാണോ? ഇങ്ങനെയൊക്കെ സംഭവം, സാമ്പത്തിക സംഭവം വാസ്തവം തന്നെയാണ്. അല്ലാതെ എൻ്റെ അടുത്ത് തെളിവോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ വഴി കൂടെ ഉള്ള, കാരണം വാങ്ങുന്ന സംസാരമൊക്കെ ഇത് പൊതു സ്ഥലത്താണ്. അതായത് റെക്കോർഡിങ്ങോ മറ്റൊന്നും ചെയ്യണ്ടേ. കാരണം നിങ്ങളിപ്പോ ഈ പറയുന്നത് ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെ കാലമായി പൊതുരംഗത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ആരോടും തുറക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് കേൾക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചോ? സംഭവിക്കാൻ കാരണം ഈ പുള്ളി പാതാക്കര കിടക്കുന്ന ആളാ.
പാലക്കരം താമസം. ഈ ഏരിയയിൽ വന്നിട്ട് അതിന്റെ ദുരുദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയാം. ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇവിടെ വന്നിട്ട് പരാതി കൊടുക്കാനുള്ള ഉദ്ദേശം അല്ല, ഊഹിച്ചാൽ തന്നെ അറിയാലോ. ഞാൻ ഊഹിക്കാതെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ തന്നെ അതങ്ങോട്ട് പറഞ്ഞോളൂ. അതന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ ചോദിച്ചതും പറഞ്ഞതും ഞാൻ സംസാരിച്ചല്ലോ. ശരി. ആ. അപ്പൊ ഇനിയിപ്പോ ഈ സംഭവമൊക്കെ ഇത്രയും വലിയ സംഭവമായി കോടതി ഹൈക്കോടതിയിലൊക്കെ എത്തി. ഇനി അവര് നഗരസഭയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ അനധികൃതമാണെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ടതും കുഴപ്പമില്ല അംഗീകരിക്കാവുന്ന തരത്തിലാണെങ്കിൽ അത് അംഗീകരിക്കുമെന്നാണ് വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത്. അതെ അതിന് നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. ഇല്ല, അത് ആകെ ഒരു 1.5 സെന്റ് ഉള്ളൂ. അല്ല, അവിടെ നിങ്ങൾ അംഗീകാരത്തോടു കൂടിയാണോ? അതെ അംഗീകാരത്തും അതിനുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ട്. എല്ലാ രേഖകളും രേഖകളുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് എന്നിട്ട് നിങ്ങളുടെ പരാതികളോ പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെയാണല്ലോ അക്രമം ഉണ്ടാവുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇപ്പൊ ഇന്നലെ മൊഴി വെച്ചാൽ മിന്നാന്ന് ഉച്ചക്ക് 12 മണിക്ക് പറഞ്ഞ സംഭവമാണ്. മൊഴി എടുത്ത് തന്നെ ഇന്നലെ 3 മണിക്കാണ് 24 ഇതുവരെ അവര് വന്നു. അവന്റെ സ്വാധീനം കൊണ്ടാണ് അവിടെ വരാതിരുന്നത്. ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇതിന് മുൻപ് തന്നെ വരണ്ടേ. അപ്പൊ നിങ്ങളുടെ മൊഴി എടുത്തില്ല. പക്ഷെ 3 മണിക്കാണ് വന്നത്, മൊഴി എടുത്ത് പോയത്. രാവിലെ 12 മണിക്ക് അഡ്മിറ്റ് ആയ മനുഷ്യന്റെ 3 മണിക്ക് വിളിച്ച് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരാനാണ് പറഞ്ഞത് എന്നോട്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ വന്നിട്ട് ഡിസ്ചാർജ് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഒപ്പിടാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കഴിയില്ല, എനിക്ക് ഇവിടെ ഒന്ന് നടക്കാൻ പറ്റണ്ടേ. അപ്പൊ ഇനിയിപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് വെച്ചാൽ പിന്നെ നമ്മൾ ഇതൊക്കെ എല്ലാവരും കൂടെ ഇടപെട്ടതല്ലേ, എല്ലാ ആൾക്കാരും ഇടപെട്ടല്ലേ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും ഇല്ല. ഒരു രാഷ്ട്രീയം ഉണ്ടെന്നല്ലാതെ അല്ലാതെ വേറെ ഞാൻ ഈ പരിപാടിക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ഇതിന് കൂടുതൽ പരിചയമില്ല. അപ്പൊ ഇനിയല്ല, ഇത് നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് ഇനി എന്താണ് അതിനുള്ള വേറെ കോടതികളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ പോയി എന്തായാലും അവിടെ ആ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്രയും പൈസ ചെലവാക്കിയല്ലേ. ഇനി പൊളിച്ചു പോകുമ്പോ പിന്നെ അവനവന്റെ യോഗഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെയാണ്. അതെ. അതായത് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ഏറ്റെടുത്തു, ഭരണപക്ഷവും പ്രതിപക്ഷവും വലിയ ബഹളമായി. അങ്ങനെ ആ ബഹളം എല്ലാം കഴിഞ്ഞ് നാട്ടുകാർ തിരക്കിയത് ഇത് ആരാണ് ഈ ആള് എന്നത് എല്ലാവരും ഇങ്ങനെ അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, താല്പര്യം ഉണ്ടാവുമല്ലോ. ഇത് പച്ചേരി ഫാറൂഖിനെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹവും തമ്മിലാണ്, ഷെരീഫ് എന്ന ഇദ്ദേഹവും തമ്മിലാണ് പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നമാണ് ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത്. വിവാദത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പച്ചേരി ഫാറൂഖിന്റെ ഭാര്യയാണല്ലോ ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തുള്ളത്. അപ്പോൾ ആ രാഷ്ട്രീയ വിവാദത്തിന് കുറച്ചുകൂടി കൊഴുപ്പ് വരുന്നുണ്ടോ എന്നൊരു ചർച്ചയും കൂടി ഈ പെരിന്തൽമണ്ണയിൽ നടക്കുന്നുണ്ട്. എന്തായാലും താങ്കളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, അത് താങ്കളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് അങ്ങനെ പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനധികൃതമാണെങ്കിൽ അവര് നഗരസഭ ഭരിക്കുന്നവർ പറഞ്ഞ പോലെ അത് അങ്ങനെ പോക്കോട്ടെ അല്ലെ. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അനധികൃതമാണെങ്കിൽ നിയമവശത്തു കൂടി പൊക്കോളൂ. അദ്ദേഹത്തിന് എല്ലാ രേഖകളും കിട്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് പണിയാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനധികൃതമാണെങ്കിൽ അവിടെ പണിയാൻ പറ്റില്ല എന്നത് വസ്തുതയാണ്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.